കടക്കെണി കൊണ്ട് പൊറുതിമുട്ടിയ ഒരു മനുഷ്യൻ. അയാൾക്കിനി മറ്റൊരു മാർഗവുമില്ല. ആത്മഹത്യ ചെയ്യാമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അയാൾ. ഇരുളിൻ്റെ മറപറ്റി ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇരുള് പോലെ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ് അയാൾ. അങ്ങനെ പുറത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് പിൻകാലിലൊരു പിൻവലി. ആരോ പിടിച്ച് വലിക്കുകയാണ്. അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടതെന്താണ്? മുട്ടിലിഴയുന്ന കുഞ്ഞ് അയാളുടെ കാലിൽ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ കുഞ്ഞ് അതീവ നിഷ്കളങ്കതയോടുകൂടി പപ്പ എന്ന് അവ്യക്തമായി ഉച്ചരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അയാൾ കുനിഞ്ഞ് ആ കുഞ്ഞിനെ എടുത്തു. ഇരുട്ടിലും തെളിയുന്ന ആ വെട്ടമുള്ള മുഖം അയാളിങ്ങനെ നോക്കി, മാറി മാറി ഉമ്മ വെച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, നീ ഈ വീട്ടിലിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് പുറത്തുപോയി ജീവിതം എറിഞ്ഞു കളയാൻ എനിക്ക് പറ്റുക? പുഞ്ചിരിക്ക് ഒരു ജീവൻ്റെ വിലയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, ഉൾവട്ടത്തിലേക്ക് സ്വാഗതം. പുഞ്ചിരിയുടെ ഉൾവട്ടത്തെക്കുറിച്ച് ഹൃദയപൂർവ്വം നമുക്കിന്ന് ധ്യാനിക്കാം. എൻ്റെ സുഹൃത്തായ ഒരു സന്യാസിയുടെ ആശ്രമത്തിൽ ചെല്ലുമ്പോൾ അദ്ദേഹം സ്മൈലിംഗ് മെഡിറ്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അല്പം ദൂരെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ മുഖം ശ്രദ്ധിക്കുകയാണ്. എത്ര സൗമ്യം, സ്വച്ഛം, ശാന്തം, ദീപ്തം. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് കൈകൾ രണ്ടും വിരിച്ചു വെച്ച് ഭൂമിയെയും ആകാശത്തെയും തൊട്ട് നിൽക്കുന്നത് പോലെ അങ്ങനെ ഇരിക്കുകയാണ്. ദൈവത്തിൻ്റെ തൂവൽ പോലെ, കാറ്റ് പോലെ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുകയാണ്. അയാളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നും. കാരണം ആ മുഖത്ത് ഒരു ദൈവിക ഭാവമുണ്ട്. ശാന്ത, കാരുണ്യം, ഇങ്ങനെയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ മുഖത്തു നിന്നും നമുക്ക് ഏതൊക്കെയോ കിരണങ്ങൾ താഴേക്കിറങ്ങുന്ന അനുഭവം ഉണ്ടാകുന്നുണ്ട്. ഔറ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഔറ നമ്മൾ ശരിക്കും തിരിച്ചറിയുന്നുണ്ട്. ധ്യാനം കഴിഞ്ഞ് അങ്ങേയറ്റം സുന്ദരമായ പുഞ്ചിരിയോടുകൂടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നു. കൈകളിൽ മൃദുവായി അമർത്തിക്കൊണ്ട് പറയുന്നു, എ സ്മൈൽ ഈസ് ദ കർവ് ദാറ്റ് സ്ട്രെയിറ്റൻസ് എവറിത്തിങ്. അതായത് എല്ലാ പ്രശ്നങ്ങളെയും സ്ട്രെയിറ്റ് ആക്കുന്ന കർവാണ് സ്മൈല്. ശരിയല്ലേ? മുഖത്തെ ഒരു കർവാണ് പുഞ്ചിരി എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങളെയൊക്കെ സ്ട്രെയിറ്റ് ആക്കുന്ന കർവാണിത്. അങ്ങനെയാണെങ്കിൽ ഈ പുഞ്ചിരി ഒരു ദാനമാണെന്ന് മനസ്സിലാക്കിക്കൂടെ? സാധാരണ ഒരു കുഞ്ഞ് 300 വട്ടമെങ്കിലും പുഞ്ചിരിക്കും അത്രേ. ചിരിക്കും, പുഞ്ചിരിക്കും, ചിരിക്കും, പൊട്ടിച്ചിരിക്കും. പണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ആയിരുന്നു. കുട്ടികളായിരുന്നപ്പോൾ ഒത്തിരി പ്രാവശ്യം ചിരിച്ചിരുന്നു. ഇപ്പോൾ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കില്ലെന്ന മട്ടിലാണ് നമ്മൾ. ചിരിക്കാൻ മറന്നുപോയി, പുഞ്ചിരിക്കാൻ മറക്കുന്നു, പൊട്ടിച്ചിരിക്കാൻ മറക്കുന്നു. പഠനം അനുസരിച്ച് മുതിർന്ന ആളുകൾ 10 പ്രാവശ്യം പോലും ഒരു ദിവസം ചിരിക്കുന്നില്ല അത്രേ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല. നിങ്ങൾ അടുത്ത ദിവസം എണ്ണി നോക്കുക, ഇന്നത്തെ ദിവസം ഞാൻ എന്താ ചിരിച്ചിട്ടുള്ളത്, ആരെന്നൊക്കെയാണ് ചിരിച്ചിട്ടുള്ളത്. ചിരിക്കാൻ പോലും പറ്റുന്നില്ല. ഇനി ചിരി പലതരത്തിലുള്ള ചിരിയുണ്ട്. പോൾ എക്മാൻ എന്നൊരാൾ വിവിധ തരം ചിരികളെക്കുറിച്ചൊക്കെ പഠനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു 19 തരം ചിരിയെങ്കിലും മനുഷ്യർക്കുണ്ട്. 19 തരം ചിരി എന്ന് പറയുമ്പോൾ കള്ളച്ചിരി, പൊള്ളച്ചിരി, ഇളിഭ്യച്ചിരി, പുച്ഛച്ചിരി, പിന്നെ വീണ്ടും മറ്റുള്ളവരെ കളിയാക്കുന്ന തരത്തിലുള്ള ചിരി, കൊലച്ചിരി, മറ്റുള്ളവരെ ഇല്ലാതാക്കി കളയുന്ന വിധത്തിലുള്ള, നമ്മൾ പറയില്ല ആസാക്കുന്ന ചിരി, അങ്ങനെയുള്ള ചിരി. ഇങ്ങനെ ചിരികൾ പലതരത്തിലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ശരിയാണ്, നമ്മളുടെ ജീവിതത്തിലും പലതരത്തിലുള്ള ചിരികളൊക്കെ വരാം. സങ്കടച്ചിരിയുണ്ട്, സങ്കോചച്ചിരിയുണ്ട്, സന്താപച്ചിരിയുണ്ട്, സന്തോഷച്ചിരിയുണ്ട്. ചിരികൾ പലതരത്തിലാണ്. ഇതിൽ സന്തോഷമുള്ള നന്മയുള്ളൊരു ചിരി നമുക്കുണ്ടോ എന്ന ചോദ്യത്തിനാണ് നിങ്ങൾ സ്വയം ഉത്തരം കണ്ടെത്തേണ്ടത്. ഇനി ചിരി തന്നെ കണ്ണിൻ്റെ ചിരിയുണ്ട്, അധരങ്ങളുടെ ചിരിയുണ്ട്. അതായത് ചില ചിരി എന്ന് പറയുന്നത് അതരങ്ങളിൽ തുടങ്ങി അതരങ്ങളിൽ മാത്രം അവസാനിക്കുന്ന ചിരിയാണ്. അതിനെ പ്ലാസ്റ്റിക് ചിരി എന്ന് പറയാം.
അങ്ങനെയുള്ള ചിരിയാണ് ഇന്നത്തെ ചിരി. അത് നമ്മളൊക്കെ പ്ലാസ്റ്റിക് മനുഷ്യരായി മാറിയത് കൊണ്ട് വെറുതെ പൊള്ളച്ചിരിയും കള്ളച്ചിരിയും നടത്തിക്കൊണ്ട് ആളുകൾ പറ്റിച്ചിങ്ങനെ മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ചിരി, ആ ചിരി കണ്ണുകളിലേക്ക് വ്യാപിക്കില്ല. ശരിക്കും ഉള്ളിൽ നിന്ന് വരുന്ന ചിരി എങ്ങനെയാണ്? ഓർബിറ്റ് ഒക്കുലാരിസ് എന്ന് പറയുന്ന ഈ മസിലുകളെ മുകളിലേക്ക് വികസിപ്പിച്ച് നിങ്ങളുടെ കണ്ണുകളിൽ ആ ചിരി വന്ന് ചേരും. കണ്ണിൽ പ്രകാശമായിട്ട് മാറും. ഇവിടുത്തെ മസിലുകൾക്കൊരു മാറ്റം വരും. അങ്ങനെയുള്ള ചിരിയാണ് യഥാർത്ഥ ചിരി എന്ന് പറയുന്നത്. അപ്പോൾ ഹൃദയം തുറന്നുള്ള, നിങ്ങളുടെ കണ്ണുകളിൽ നിന്നും വെട്ടം പരത്തുന്ന തരത്തിലുള്ള, മുഖത്തെ ദീപ്തമാക്കുന്ന ഒരു ചിരി നമുക്കുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ആ ചിരി ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ചിരി കൊണ്ടുവരുന്ന മാറ്റം, ഹോർമോണുകൾ വളരെയധികമായിട്ട് പോസിറ്റീവ് തരംഗങ്ങൾ ഉണ്ടാക്കും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കോർട്ടിസോൾ എന്ന ഹോർമോണാണ് സ്ട്രെസ് ഉണ്ടാക്കുന്ന ഹോർമോൺ. നിങ്ങളിങ്ങനെ വലിഞ്ഞു മുറുക്കി ഇല്ലാതാക്കുന്ന മാരക ഹോർമോണാണ് ഈ കോർട്ടിസോൾ എന്ന് പറയുന്നത്. ഈ ചിരിക്കുന്ന നേരത്ത് ഒരാളിൽ സെറട്ടോണിൻ എന്നൊരു ഹോർമോൺ ഉണ്ടാകുന്നുണ്ട്. ഈ സെറട്ടോണിൻ്റെ പ്രത്യേകത എന്താണ്? സെറട്ടോണിൻ എന്ന ഹോർമോൺ അത് നമ്മളുടെ ആൻറ്റി ഡിപ്രസൻറ്റ് ഘടകമായിട്ട് പ്രവർത്തിക്കുകയാണ്. സെറട്ടോണിൻ ഉപയോഗിച്ചാണ് ആളുകൾ ആൻറ്റി ഡിപ്രസൻറ്റ് മെഡിസിൻ തയ്യാറാക്കുക. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങൾക്ക് നല്ല ഡിപ്രസ്ഡ് അനുഭവമാണെങ്കിൽ നന്നായിട്ട് ചിരിക്കുന്ന ഒരാളെ നിങ്ങളൊന്ന് കണ്ടാൽ തന്നെ നിങ്ങളിൽ ഈ പറയുന്ന ഹോർമോൺ ഉണ്ടാകുകയും നിങ്ങളുടെ മൂഡ് കുറേയൊക്കെ ശരിയാകുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെന്നോട് പറയും, നല്ല ഡിപ്രഷനുള്ള സമയത്ത് ചിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനുത്തരവുണ്ട്. നല്ല ഡിപ്രഷനുള്ള സമയത്ത് ആർട്ടിഫിഷ്യൽ ചിരി കൊണ്ടുവന്നാൽ പോലും ബ്രെയിനിനെ പറ്റിക്കലാണത്. പക്ഷേ മാറ്റങ്ങൾ വരും. അതാണ് ഈ ലാഫ്റ്റർ തെറാപ്പി എന്ന് പറയുന്ന തെറാപ്പിയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. നിങ്ങൾ വെറുതെ ഹാ 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 ഹാ, ഇപ്പോൾ ലാഫ്റ്റർ മെഡിറ്റേഷനുണ്ട്. ലാ ഹാ 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 എന്നൊരു സ്വരം ഉണ്ടാക്കി പതുക്കെ ആ സ്വരത്തിൻ്റെ മേളനത്തിലേക്ക് നിങ്ങളുടെ ശരീരവും മനസ്സ് സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നല്ല പഠനങ്ങൾ നടത്തിയിട്ടുള്ളവർ പറയുന്നത്, ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആകുമ്പോൾ വെറുതെ ഹ ഹ ഹ ഹ എന്ന് തുടങ്ങുന്ന സ്വരങ്ങൾ ഉണ്ടാക്കിയാൽ തന്നെ നിങ്ങൾക്ക് മെച്ചമായൊരവസ്ഥ വരും. അതാണ് ലാഫ്റ്റർ തെറാപ്പിയുടെ തത്വം. ഇനി നമ്മൾ ചിരിക്കുമ്പോൾ ഒരു ഇൻറ്റേർണൽ മസാജ് സംഭവിക്കുന്നുണ്ട്. എന്താണ് ഇൻറ്റേർണൽ മസാജ് എന്ന് പറയുന്നത്? ഈ ഏറ്റവും നല്ല ചിരി എന്താണെന്നറിയോ? അതായത് ബെല്ലി ലാഫ്റ്ററാണ്. അതായത് നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങളുടെ വയറ് കുലുങ്ങണം. ചിരിച്ച് വയറ് കുലുങ്ങി കണ്ണ് നിറയുന്ന അവസ്ഥ, അതാണ് ബെസ്റ്റ് ലാഫ്റ്റർ. ചില ഫണ്ണി സീൻസൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മളിങ്ങനെ ചിരിച്ച് വയറിന് നീര് വീണ് എന്ന് നമ്മൾ പറയും, കണ്ണ് നിറഞ്ഞൊഴുകുന്നു എന്ന് നമ്മൾ പറയും. അതാണ് ബെസ്റ്റ് ലാഫ്റ്റർ. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങളൊരു ജിംനേഷ്യത്തിൽ പോയി വലിയ എക്സർസൈസ് ചെയ്യുന്നതിൻ്റെ തത്തുല്യമായ ഗുണമുണ്ടാവും. വെറുതെ ആലോചിച്ച് നോക്കി, പൈസ ഒന്നും കളാതെ ചിരിച്ച് നിങ്ങളുടെ മസിൽ പവർ വർദ്ധിപ്പിക്കാം, നിങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാം, നിങ്ങളുടെ രോഗത്തെ പമ്പ് കടത്താം. എങ്കിൽ അതൊന്ന് ശ്രമിക്കുന്നതല്ലേ വളരെ നല്ലത്. അത് ശ്രമിച്ചു നോക്കുക. ഇനി അടുത്തതായിട്ട്, ഈ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ നമ്മുടെ കാരണവരെ പറയും മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന്. പക്ഷേ ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ തമാശകളും ചിരികളും സൗഹൃദവും പങ്കുവെപ്പും എല്ലാം ഉണ്ടെങ്കിൽ ഡയബറ്റീസിൻ്റെ സാധ്യതകൾ കുറയും, കൊളസ്ട്രോൾ കുറയും, മെനിഞ്ചൈറ്റിസ് കുറയും, അതുപോലുള്ള പല ത്വക്ക് രോഗങ്ങളും മാറിപ്പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ചിരിക്കാൻ സമയം കണ്ടെത്തുക. ഇനി ചിരി ഒരു ശീലമാക്കി മാറ്റിയ മനുഷ്യർക്ക് മറ്റ് ചില ഗുണങ്ങൾ കൂടിയുണ്ട്. അവർ എവിടെ ചെന്നാലും മറ്റുള്ളവർക്ക് അവരൊരു കംഫർട്ട് സോണായിട്ട് മാറും. കാരണം എന്താണെന്നറിയോ? ചിരിക്കുന്ന ആളുകളുടെ ശരീരത്തിൽ നിന്നും ഇളം മഞ്ഞ വൈറ്റ് നിറത്തിലുള്ള ചില റേസ്, പ്രകാശകിരണങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അല്പം കൂടി ശാസ്ത്രീയമായി പറഞ്ഞാൽ എത്തറിക് ബോഡി, നമ്മൾ സാധാരണ ബോഡിക്ക് 2-3 ഇഞ്ച് വ്യാസത്തിൽ ഉള്ള ബോഡിയുടെ പേരാണ് എത്തറിക് ബോഡി. നമ്മൾ ഈ വിശുദ്ധരുടെ ചിത്രമൊക്കെ വരക്കുമ്പോൾ ഔറ, ഹാലോ വരച്ച് ചേർക്കാറുണ്ട്.
അത് ശാസ്ത്രീയമായി അപഗ്രഥിക്കുകയാണ് ഇത് തന്നെയാണ്. നന്മയും സ്നേഹവും സന്തോഷവും ഒരുപാട് കരുണയും ഒക്കെയുള്ള ആളുകളുടെ ശരീരത്തിൽ നിന്നും ഒരുതരം എനർജി, പോസിറ്റീവ് എനർജി പുറത്തേക്ക് വരും. ഇത് നന്നായിട്ട് ചിരിക്കാൻ സാധിക്കുന്നവരുടെ ചിരി ഒരു സൺഷൈൻ പോലെയാണ്, ഒരു സൺ റേ പോലെയാണ്, പ്രകാശകിരണമാണ്, അത് പുറത്തേക്ക് വരും. അങ്ങനെയുള്ള ആളുകൾ ഒരു മുറിയിലേക്ക് കയറുമ്പോൾ തന്നെ മുറിക്ക് വെട്ടം വന്ന അനുഭവം ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ചില ആളുകൾ നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോൾ വല്ലാത്തൊരു വെട്ടം വന്ന പോലത്തെ പ്രതീതിയാണ്. അവർ നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് മൂഡ് ഓണായി, നിങ്ങൾ ഹാപ്പിയായി, നിങ്ങൾ കുറച്ചുകൂടി ഇൻസ്പയർഡായി, നിങ്ങൾ കുറച്ചുകൂടി സ്പിരിച്വലായി മാറും. ചില ആളുകൾ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നെഗറ്റീവ് എനർജിയാണ്. കാരണം അവർക്ക് ചിരിയില്ല, ദേഷ്യം, വെറുപ്പ്, പക, വിദ്വേഷം, അങ്ങനെയുള്ള ആളുകൾ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ പോസിറ്റീവ് എനർജി വരെ അവർ ഡ്രെയിൻ ചെയ്ത് കളയും. കാരണം നെഗറ്റിവിറ്റിക്ക് ചില നേരങ്ങളിൽ പോസിറ്റിവിറ്റിയേക്കാൾ പവർഫുൾനെസ് ഉണ്ട്. അപ്പോൾ അവർ നിങ്ങളുടെ പോസിറ്റിവിറ്റി പോലും ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങളുടെ വീട് ഒരു കട്ട ഇരുട്ട് വീടാക്കി മാറ്റിക്കളയും. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഈ രണ്ട് തരത്തിലുള്ള അനുഭവവും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഇനി നന്നായിട്ട് ചിരിക്കുന്ന ആളുകൾക്കാണ് ജോലി സംബന്ധമായ ഔന്നത്യം കൂടുതലുള്ളത്. ഒരു ഇൻ്റർവ്യൂവിൽ ചെന്ന് കഴിഞ്ഞാൽ സുന്ദരമായി കോൺഫിഡൻ്റ് ആയിട്ട് ചിരിക്കാൻ കഴിയുന്ന ഒരാൾക്കാണ് ആ ഇൻ്റർവ്യൂവിൽ ഒരു സീറ്റ് കിട്ടാൻ സാധ്യത കൂടുതൽ. ഇത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങളതിനെ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി നിങ്ങളൊരു അപരിചിതമായ സ്ഥലത്ത് ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പുഞ്ചിരിക്കുന്ന ഒരൊറ്റ ആളെങ്കിലും ഒന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടെ ആശ്വാസമുള്ള ജീവിതമായിട്ട് മാറും. അതായത് സ്ട്രേഞ്ചേഴ്സ് ബ്രിഡ്ജാണ് ഒരു സ്മൈൽ എന്ന് ആരും എഴുതിയിരിക്കുന്ന സത്യമാണ്. അപരിചിതൻ്റെ ഹൃദയത്തിലേക്ക് പുഞ്ചിരിയുടെ ഒരു പാലം ആരെങ്കിലും പണിത് കഴിയുമ്പോൾ അയാളുടെ ഭയം മാറും, അയാളുടെ വല്ലാത്ത അരക്ഷിതാവസ്ഥ മാറും. ഐ ബിലോങ് ടു സം വൺ, സംവെയർ, സംതിങ് എന്നൊരു ചിന്ത അയാളിൽ ഉടലെടുക്കും. അങ്ങനെ അയാൾ പതുക്കെ പതുക്കെ വെച്ച് വെക്കാൻ തുടങ്ങും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു അപരിചിതനെയൊക്കെ കാണുമ്പോൾ പറ്റുമെങ്കിൽ ഒന്ന് പുഞ്ചിരിക്കുക. നമ്മളിപ്പോൾ പുഞ്ചിരിക്കാത്ത മനുഷ്യരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തീവണ്ടിയിൽ യാത്ര ചെയ്യുകയാണ്, 4, 5, 6, 8, 10, 12 മണിക്കൂറുകൾ യാത്ര ചെയ്തിട്ടും തൊട്ടടുത്ത ഒരാളെ നോക്കി പുഞ്ചിരിക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല. നമുക്കിപ്പോൾ പേടിയാണ്. അല്ല, പല പ്രശ്നങ്ങളിപ്പോൾ ഉണ്ട്. കാരണം തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ ഏത് തരക്കാരനാണെന്ന് അറിഞ്ഞുകൂടെ. ചിലപ്പോൾ പുഞ്ചിരി ഒരു ഇൻവിറ്റേഷനായിട്ട് കണ്ടാലോ. എന്നാലും ഞാൻ പറയും, അടുത്ത് നിൽക്കുന്നവരെയൊക്കെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക. ഒരു പക്ഷേ അങ്ങനെ ഒന്ന് പുഞ്ചിരിച്ച് കഴിയുമ്പോൾ അവർക്കും നിങ്ങൾക്കും ഇടയിൽ കൃപയുടെ ഒരു പാലം രൂപപ്പെട്ടൊരു അനുഭവം ഉണ്ടായാലോ. അങ്ങനെ ഒരു പാലം പണിയലിലൂടെ നിങ്ങൾക്ക് മറ്റൊരാളെ നേടിയെടുക്കാൻ സാധിച്ചാലോ. അതും ഒരു ഇവാഞ്ചലൈസേഷൻ അല്ലേ. ദ ഇവാഞ്ചലൈസേഷൻ ഓഫ് സ്മൈൽ എന്ന പേരിലൊരു പുസ്തകമുണ്ട്. വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ആളുകളെ ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കുക എന്നാണ് ആ പുസ്തകം പറയുന്നത്. ദ ഇവാഞ്ചലൈസേഷൻ ഓഫ് സ്മൈൽ. അപ്പം അതിൽ പറയുന്നത്, നിങ്ങളൊരാളെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ അത് കള്ളച്ചിരിയോ പൊള്ളച്ചിരിയോ കാപട്ടിച്ചിരിയോ ഒന്നും ആകരുത്. അത് ഉള്ളിൻ്റെ ഉള്ളിലെ സ്നേഹത്തിന് ചിരിയാകണം. ആ ചിരിയിലൂടെ ഒരാൾ ഈശോയെ തിരിച്ചറിയുകയാണ്. G.K. ചെസ്റ്റർട്ടൺ ഫ്രാൻസിസ് അസീസിയെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, വെൻ ഫ്രാൻസിസ് വാക്ക്ഡ് എമംഗ് us, we felt the resurrected Jesus was walking among us. ഫ്രാൻസിസ് അസീസി നടന്നു പോകുമ്പോൾ ഉയർപ്പിക്കപ്പെട്ട കർത്താവ് ഞങ്ങൾക്കിടയിൽ നടന്നു പോകുന്നു എന്നൊരു പ്രതീതിയാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. അതുപോലെയായിരുന്നു അദ്ദേഹം. ഹിസ് സ്മൈൽ വാസ് ദ സ്മൈൽ ഓഫ് ദ ഹെവൻസ്. സ്വർഗത്തിൻ്റെ പുഞ്ചിരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പുഞ്ചിരി. ആൻഡ് ദ പീപ്പിൾ ഇൻ ദ ഹെൽ ഫൗണ്ട് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു റീച്ച് ഹെവൻ. എന്തൊരു സുന്ദരമായ വാക്കുകൾ നോക്കുക. ഈ നരകത്തിൽ കിടക്കുന്ന ആളുകൾ ഈ പുഞ്ചിരിയിലൂടെ സ്വർഗത്തിൻ്റെ ഒരു അവസരം കിട്ടിയിരിക്കുന്ന അവസ്ഥ എത്തിച്ചേർന്നു. അതല്ലേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങൾ ദുഃഖമൊക്കെ മാറിയിട്ട് നിങ്ങൾ പുഞ്ചിരിക്കാമെന്ന് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ദുഃഖങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ളപ്പോൾ തന്നെ കണ്ണീരണിഞ്ഞൊരു പുഞ്ചിരി ഒരു സമ്മാനം പോലെ മറ്റുള്ളവർക്ക് നൽകുക. അങ്ങനെ നൽകിക്കഴിയുമ്പോൾ ജീവിതം സുന്ദരമായി മാറിയേക്കാം. ഒരു പുഞ്ചിരിക്ക് ജീവിതത്തിൻ്റെ വിലയുണ്ട്. നവീൻ ചൗള മദർ തെരേസയെക്കുറിച്ചുള്ള അതിസുന്ദരമായ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. മദർ തെരേസ തിരക്ക് പിടിച്ച കൽക്കട്ട തെരുവിലൂടെ നടന്നു പോവുകയാണ്. തെരുവോരത്തൊരു സ്ത്രീ കിടക്കുന്നു. പതിവ് പോലെ മദർ തെരേസ അവർക്കരികിലേക്ക് ചെന്നു, കുനിഞ്ഞ് അടുത്തിരുന്നു, അവരൊന്ന് തിരിച്ചിട്ടു. അപ്പോൾ കണ്ട കാഴ്ച
ക്രൂരമായ കാഴ്ചയാണ്. കുറേ എലികൾ അവരുടെ ശരീരം തിന്നുകൊണ്ടിരിക്കുകയാണ്. നിറയെ മുറിവുകളാണ്. എലികൾ പച്ച മാംസം കടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. എലികളെല്ലാം മാറ്റി വൃത്തിയാക്കി മുറിവുകൾ അവർക്ക് വസ്ത്രമൊക്കെ അണിയിച്ച് ഈ മദർ തെരേസ ഇവരെ നെഞ്ചോടങ്ങ് ചേർത്ത് കിടത്തി. എന്നിട്ട് അവരെ പൊത്തിപ്പിടിച്ചിട്ട്, ഒരു കുഞ്ഞിനെ പൊത്തിപ്പിടിക്കുന്ന പോലെ പൊത്തിപ്പിടിച്ചിട്ട് മദർ തെരേസ അവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു. ജീസസ് ലവ്സ് യു എന്ന് പറഞ്ഞു. ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു. ആ സ്ത്രീ അങ്ങേറ്റ ഹൃദ്യമായൊരു പുഞ്ചിരി തിരികെ സമ്മാനിച്ചു. അമ്മയുടെ കണ്ണിലേക്ക് ഇങ്ങനെ വല്ലാത്ത സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് നന്ദി പറഞ്ഞിട്ട് അവർ പുഞ്ചിരിച്ചു. കൈകൂപ്പി വീണ്ടും പറഞ്ഞു, നന്ദി ദൈവമേ. അതിനുശേഷം ദിവ്യമായൊരു പുഞ്ചിരിയോടുകൂടി അവർ മരിച്ചു. നവീൻ ചവള പറയുകയാണ്, മദർ തെരേസ അവർക്കൊരു പുഞ്ചിരി സമ്മാനമായി കൊടുത്തു. നിത്യതയിലേക്കുള്ള പാസ്പോർട്ട് പോലെയായി ആ പുഞ്ചിരി മാറി. ഇങ്ങനെയൊക്കെ ആളുകളെ രക്ഷിച്ചെടുക്കാൻ സാധിക്കും. ഓ ഹെൻറിയുടെ അതിസുന്ദരമായ ചെറുകഥയിൽ ഒരു തരത്തിലും മനസ്താപമില്ലാത്ത കുറ്റവാളിയെ വധശിക്ഷയ്ക്ക് വേണ്ടി വലിച്ചഴിച്ചു കൊണ്ടുപോവുകയാണ്. റഫ് ആൻഡ് ടഫ്, ആരോട് സ്നേഹമില്ലാത്ത, ആരോട് അടുപ്പമില്ലാത്ത, ഒരു തരത്തിലും കുറ്റബോധമില്ലാത്ത, ബോധം പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ. അയാൾ മരിക്കുന്നതിനെ പോലും പുല്ലുവിലയിലാണ് കാണുന്നത്. ജീവനും മരണവും എല്ലാം ഒരുപോലെ. അങ്ങനെയുള്ള അയാളെ വലിച്ചഴിച്ച് കൊണ്ടുപോകുമ്പോൾ അയാളുടെ ബാല്യകാല സഖി, കുട്ടിക്കാലത്തെ ഉറ്റ ചങ്ങാതി, ഒരു പെൺകുട്ടി, അവൾ വഴിയോർത്ത് നിൽക്കുന്നു. ഇയാൾ കുറ്റവാളിയാണെന്നോ വധശിക്ഷയിലേക്ക് നയിക്കപ്പെടുന്ന ആളാണെന്നോ ഒരു ചിന്തയുമില്ലാതെ അവൾ കരുണാർദ്രതയോടുകൂടി അവരെ നോക്കി പുഞ്ചിരിച്ചു. കൈകൾ രണ്ടും കൂപ്പി അങ്ങേറ്റ സ്നേഹത്തോടു കൂടി അവളങ്ങനെ നിന്നു. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് അയാളൊന്ന് കരഞ്ഞു. പിന്നെ അയാൾ പൊട്ടിക്കരഞ്ഞു. അയാൾ പുതിയ മനുഷ്യനായി മാറി. അയാളുടെ വധശിക്ഷയൊന്നും റദ്ദാക്കപ്പെട്ടില്ല. അയാളുടെ ജീവിതം മാറിയില്ല. അയാൾ മരിച്ചു. പക്ഷേ മരിക്കുന്ന നേരത്ത് അയാൾക്കൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അത് കരുണയുടെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും പുഞ്ചിരിയായിരുന്നു. ഒരു പുഞ്ചിരി മറ്റൊരാൾക്ക് ഒരു പുഞ്ചിരി സമ്മാനമായി നൽകുന്നുണ്ട് എന്ന് സാരം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ പുഞ്ചിരിക്ക് ജീവൻ്റെ വിലയുണ്ട്. 2020 അതിസുന്ദരമായിട്ടുള്ള ഒരു സിനിമയുണ്ട്, ലൂസി ഷിമ്മർ ആൻഡ് ദ പ്രിൻസ് ഓഫ് പീസ് എന്ന പേരിൽ. ആ സിനിമ നമ്മുടെ ഹൃദയത്തിൽ എവിടേക്കോ പുഞ്ചിരി തൊട്ടുണർത്തും. അതൊരു കോമഡിയല്ല, അതൊരു ട്രാജഡിയാണ്. ട്രാജഡി സിനിമയാണ്, ട്രാജിക്കായിട്ടുള്ളതാണ്. പക്ഷേ ആ സിനിമ നിങ്ങളുടെ ഉള്ളിൽ ദിവ്യമായൊരു പുഞ്ചിരി നൽകും. ഒരു തടവ് പുള്ളി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുകയാണ്. അയാൾക്കിപ്പോൾ കിഡ്നി ഫെയിലിയറാണ്. അയാൾ വല്ലാതെ ദേഷ്യമുള്ള ആളാണ്. കാരണം അയാളെ എല്ലാവരും കൂടി വഞ്ചിച്ച് ഈ പരുവത്തിലാക്കി. അതുകൊണ്ട് അയാൾക്ക് മതത്തിനോട് ദേഷ്യം, ബൈബിളിനോട് ദേഷ്യം, എല്ലാവരോടും ദേഷ്യം. ഈ കുഞ്ഞു മാലാക ന്യൂമോണിയ പിടിപെട്ട് ആ ആശുപത്രിയിലുണ്ട്. കുഞ്ഞുങ്ങൾക്ക് കുറ്റവാളിയെന്നോ ശത്രുവെന്നോ മിത്രമെന്നോ വ്യത്യാസമൊന്നുമില്ലല്ലോ. കുഞ്ഞ് ഈ മാലാകച്ചിറകൊക്കെ വിരിച്ച് അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അടുത്ത് ചെന്ന് അയാളുമായി ചങ്ങാത്തത്തിലാകാൻ ശ്രമിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? അവൾക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ടാറ്റു ഒക്കെ കയ്യിൽ കുത്തിയിട്ടുള്ള ഒരു മനുഷ്യൻ അയാളിങ്ങനെ ദുഃഖിച്ചു നിൽക്കുകയാണ്. അയാളെ സഹായിക്കേണ്ടത് കടമയാണെന്ന് അവൾ സ്വപ്നത്തിലൂടെ മനസ്സിലാക്കി. അതേ ആളാണ് മുന്നിലിരിക്കുന്നത്. ഇവൾ കുഞ്ഞുമാലാക പുഞ്ചിരിച്ചുകൊണ്ട് അയാളടുത്ത് എന്ന് പറഞ്ഞു, ജീസസ് ഷോഡ് യു ഇൻ മൈ ഡ്രീംസ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് ഫ്രണ്ട്സ്, എനിക്ക് ഫ്രണ്ട്സിനൊന്നും വേണ്ട. ആൻഡ് ഐ ഡോണ്ട് ബിലീവ് ഇൻ ജീസസ്, ഈശോയിൽ എനിക്ക് വിശ്വാസമില്ല. അവൾ പറഞ്ഞു, ബട്ട് ജീസസ് ബിലീവ്സ് ഇൻ യു, ഈശോയ്ക്ക് നിന്നിൽ വിശ്വാസമുണ്ട്. അത് കേട്ടപ്പോൾ അറിയാതെ ഇവ പുഞ്ചിരിച്ചു പോയി. ഒരു കുഞ്ഞിങ്ങനെ ഉറപ്പിച്ച മനസ്സോട് പറയുകയാണ്, ജീസസ് ബിലീവ്സ് ഇൻ യു. അവർ കൂട്ടുകാരായി മാറി. കുഞ്ഞിൻ്റെ രോഗം മൂർച്ഛിക്കുന്നതിന് മുമ്പായിട്ട് മാതാപിതാക്കളോട് അവൾ നിർബന്ധപൂർവ്വം പറഞ്ഞ് ഉറപ്പിച്ചു അവളുടെ കിഡ്നി ഇയാൾ കൊടുക്കണമെന്ന്. അവൾ മരിച്ചു. അവളുടെ കിഡ്നി അയാളിലൂടെ ജീവിക്കുന്നു.
അയാളിപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ജീവിക്കുന്നു. ഒരു പുഞ്ചിരിയുടെ കഥ ഇതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കരഞ്ഞ് 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 ജീവിച്ചാലും മരിക്കും, ചിരിച്ച് ചിരിച്ച് ജീവിച്ചാലും മരിക്കും. ഈ കരഞ്ഞ് 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 ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ചിരിച്ച് ചിരിച്ച് ഒരു ദിവസം മരിക്കുന്നത്. എങ്ങനെയാലും മരിക്കില്ല എൻ്റെ ചങ്ങാതി. ഇന്ന് നിൽക്കുന്നു എന്ന് പറയപ്പെടുന്നവൻ വീഴാൻ എത്ര സമയം വേണം? ആലോചിച്ച് നോക്കുക. ഇന്ന് നിങ്ങൾ സൗന്ദര്യത്തിൻ്റെ ഉദാത്ത ഭാവമായിരിക്കാം, പക്ഷേ നാളെ വൈരൂപ്യത്തിൻ്റെ ആൾരൂപമായി മാറിപ്പോകാൻ അതിൽ നേരമൊന്നുമില്ല. എപ്പോഴൊക്കെ അത് ചിന്തിച്ചിട്ടുണ്ടാ? നിങ്ങൾ ആരോട് ഇത്ര ദേഷ്യപ്പെടുന്നത്? ഇത്രയ്ക്ക് വെറുപ്പ് ആരോടാണ്? ഇത്രയ്ക്കൊരു അകൽച്ച എന്തിനാണ് കാണിക്കുന്നത്? ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു നോക്കുക. ഒരു പക്ഷേ നിങ്ങളുടെ ചിരി നിങ്ങളുടെ ജീവിതത്തെ വീണ്ടെടുക്കും. മഡോണ എന്ന ഗായിക ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദ സ്മൈൽ ഈസ് ദ മോസ്റ്റ് ഇൻഎക്സ്പെൻസീവ് മേക്കപ്പ്. സത്യമല്ലേ? ചിരി ഒട്ടും പൈസ കൊടുക്കേണ്ടാത്ത മേക്കപ്പാണ്. നിങ്ങൾ പുറത്തുള്ള ഏതൊക്കെ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ മുഖത്ത് നല്ലൊരു പുഞ്ചിരി ഇല്ലെങ്കിൽ, വിശുദ്ധമായൊരു പുഞ്ചിരി ഇല്ലെങ്കിൽ മേക്കപ്പിനൊന്നും വലിയ ഗുണമുണ്ടാവില്ല. നിങ്ങളുടെ മുഖത്തൊരു പ്രകാശം കൊണ്ടുവരുന്നത് അതൊരു പുഞ്ചിരിയാണ് എന്ന് തിരിച്ചറിയാം. ആ പുഞ്ചിരിയിലൂടെ ജീവിതം കണ്ടെത്തുവാൻ നമുക്ക് ശ്രമിക്കാം. റീഡേഴ്സ് ഡൈജസ്റ്റിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച ഒരു നുറുങ്ങ് ഓർമ്മയിലേക്ക് വരുന്നു. ഒരു അതിധനികയായിട്ടുള്ള വൃദ്ധ, വിധവയാണ്, ഒരു തരത്തിൽ മുരട്ട് സ്വഭാവമാണ്, അതുകൊണ്ട് തന്നെ ബന്ധുക്കളൊന്നുമില്ല. നിധി കാക്കുന്ന ഭൂതത്തെ പോലെ കഴിയുന്ന ഒരു സ്ത്രീ. അവരുടെ വീട്ടിലേക്ക് അധികം പേരൊന്നും വരാറില്ല. ഒരു പോസ്റ്റ്മാൻ മാത്രമാണ് വരുന്നത്. ബിസിനസ് സംബന്ധമായിട്ടുള്ള കത്തിടപാടുകൾക്ക് വേണ്ടിയാണ് പോസ്റ്റ്മാൻ എത്തുന്നത്. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ വൃദ്ധ മരിക്കുന്നു. അവരുടെ വിൽപ്പത്രം വായിച്ച അകന്ന ബന്ധുക്കൾ ഞെട്ടിപ്പോയി. കാരണം സ്വത്ത് മുഴുവൻ ഈ പോസ്റ്റ്മാന് എഴുതി വച്ചിരിക്കുകയാണ്. ആളുകൾ അമ്പരന്നു. ഇയാളെന്താ ചെയ്തത്? ഇയാൾ അങ്ങേറ്റ ആത്മാർത്ഥമായിട്ട് ഇവരെ നോക്കി പുഞ്ചിരിക്കുമായിരുന്നു. വളരെ സ്നേഹത്തോടുകൂടി ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. അവർ എഴുതിയിരിക്കുന്നത്, അയാളുടെ പുഞ്ചിരി അടഞ്ഞ ഇരുട്ട് നിറഞ്ഞ എൻ്റെ മുറിയിലേക്ക് വന്ന വെട്ടം പോലെയായിരുന്നു, സൂര്യപ്രകാശം പോലെ. എൻ്റെ ജീവിതത്തിൽ ജീവിക്കാനുള്ള പ്രേരണ നൽകിയതിന് നന്ദിയായിട്ട് ഞാൻ ഇതുവരെ നെഞ്ചോട് ചേർത്ത് വെച്ച പണം മുഴുവൻ നൽകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, സത്യമായിട്ടും ഒരു പുഞ്ചിരിക്ക് ജീവൻ്റെ വിലയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ജീവിതത്തിലെ പല പല അനുഭവങ്ങൾ മൂലം ഇപ്പോൾ അടഞ്ഞ മുറി പോലെ ആയിരിക്കാം. ഇരുട്ടുമുറിയായിട്ട് നിങ്ങളെ തന്നെ മാറ്റിയിരിക്കുകയാണ്. പതുക്കെ പതുക്കെ ഈ ഇരുട്ടുമുറി ഒരു ജയിലായിട്ട് മാറും. ഈ ജയിലിൽ ജീവപര്യന്തം തടവിന് സ്വയം വിധിച്ചിട്ട് നിങ്ങളെ തന്നെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഇന്നോ നാളെയോ മറ്റന്നാളോ വധശിക്ഷയും നടപ്പിലാക്കപ്പെടും. ഇത്തരത്തിലാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അകത്തുറഞ്ഞുകൂടി പോയ ചിരി ഒന്ന് തൊട്ടുണർത്തുക. അതാണ് യഥാർത്ഥത്തിൽ ആത്മീയത എന്ന് പറയുന്നത്. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട. സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്കെല്ലാം നൽകാൻ തിരുവുള്ളമായിട്ടുണ്ട്. നിങ്ങളുടെ തലമുടി നാരിഴ പോലെ എണ്ണപ്പെട്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. മരുഭൂമിയിൽ ഒരു നീരുറവയും വിജനതയിലൊരു പാതയും ഞാൻ വെട്ടിയൊരുക്കും. ഞാൻ നിൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നത് കൊണ്ട് നീ ഭയപ്പെടണ്ട, നീ കുലുങ്ങണ്ട. ഇതൊക്കെ പറയുന്ന കർത്താവ് ഉണ്ടായിട്ടും ഇത്രയേറെ സങ്കടത്തിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങളുടെ പുഞ്ചിരി ഒന്ന് തൊട്ടുണർത്താൻ ശ്രമിച്ചു നോക്കുക. ഒന്ന്, നിങ്ങളുടെ പ്രാർത്ഥന ഒന്ന് ക്രമപ്പെടുത്തുക. കർത്താവിൻ്റെ ഇടയനാകുന്ന എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക. കർത്താവ് ഊന്നുവടിയും ദണ്ടും എനിക്ക് നൽകുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഭയമില്ല. സെയിൻറ്റ് പീറ്റർ എഴുതിയല്ലോ, കാസ്റ്റ് യുവർ ബർഡൻ അൺ ടു ജീസസ്. എല്ലാ ഭാരങ്ങളും ഈശോയ്ക്ക് എറിഞ്ഞു കൊടുക്കുക. ഹി കെയർസ് ഫോർ യു. അങ്ങനെ പാടുമ്പോൾ പറയുമ്പോൾ ഒന്ന് ചിരിക്കുക, പുഞ്ചിരിക്കുക. അതുപോലെ തന്നെ കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാകുന്നു, ഞാൻ ആരെ പേടിക്കണം. അത് പറയുമ്പോൾ ഒന്ന് ചിരിക്കുക, മനസ്സുകൊണ്ടൊന്ന് പുഞ്ചിരിക്കുക, ആ പുഞ്ചിരി മുഖത്ത് നിറക്കുക. ഇങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥനയൊന്ന് മാറ്റുക. എപ്പോഴും സങ്കടത്തിൻ്റെ പ്രാർത്ഥനകൾ കൊണ്ട് ഉള്ളു നിറക്കാതെ ഒരു കൃതജ്ഞതയുടെ, സ്നേഹത്തിൻ്റെ, നന്ദിയുടെ പ്രാർത്ഥന നിങ്ങളൊന്ന് ശീലമാക്കി മാറ്റുക. അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. രണ്ട്, നിങ്ങൾ മറന്നു പോയ, നിങ്ങൾ കൈവിട്ട് കളഞ്ഞ നല്ല കുറേ ശീലങ്ങളുണ്ട്, അത് വീണ്ടും ആരംഭിക്കുക. പണ്ട് നിങ്ങൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു, എന്തുകൊണ്ടാണ് നിർത്തിക്കളഞ്ഞത്? ആലോചിച്ച് നോക്കുക. തിരക്കുകൊണ്ടാണോ? തിരക്കൊന്നുമല്ല, പ്രയോറിറ്റി ഇല്ലാഞ്ഞിട്ടാണ്, താല്പര്യം ഇല്ലാഞ്ഞിട്ടാണ്, ഉദാസീനത വന്നുകൊണ്ടാണ്. അതുകൊണ്ട് കൈവിട്ട് പോയ നന്മയുടെ ഭാവങ്ങളും നല്ല ശീലങ്ങളും തിരികെ എടുക്കുക.
എന്നിട്ട് ഒരു പുഞ്ചിരിയോടുകൂടി അത് ചെയ്യുക. നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അറിയാതെ പുഞ്ചിരിച്ചു പോകും. ഓർത്തേക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അറിയാതെ മുഖത്തൊരു പുഞ്ചിരി വരും. ആ പുഞ്ചിരി ശരീരത്തിൻ്റെ മൊത്തത്തിൽ ഒരു സ്മൈലായിട്ട് മാറും. അടുത്തതായിട്ട് കുഞ്ഞുങ്ങളോടൊപ്പം ചിലവഴിക്കുക. നിങ്ങൾ കുഞ്ഞുങ്ങളോടൊപ്പം ഒരു മിനിറ്റ് ചിലവഴിച്ചാൽ തന്നെ നിങ്ങൾ ചിരിച്ചു പോകും. കുഞ്ഞുങ്ങളോടൊപ്പം ചിലവഴിക്കുമ്പോൾ ആരാ ചിരിക്കാത്തത്? കുഞ്ഞുങ്ങളാണ് ഏറ്റവും നല്ല ഡോക്ടേഴ്സ്. കുഞ്ഞുങ്ങളോടൊപ്പം അല്പസമയം ചിലവഴിക്കുക, നിങ്ങൾക്ക് ചിരിക്കാൻ സാധിക്കും. പറ്റുമെങ്കിൽ പ്രകൃതിയുമായിട്ട് അല്പസമയം ചിലവഴിക്കുക. സാധിക്കുമെങ്കിൽ നടക്കാൻ പോവുക, അല്ലെങ്കിൽ നിങ്ങൾ ജനാലയൊക്കെ തുറന്ന് പുറത്തേക്ക് നോക്കുക, വിശാലമായ ആകാശം നോക്കുക, ആകാശത്ത് പറക്കുന്ന കിളികൾ നോക്കുക, ചെടികൾ നോക്കുക, കാറ്റേറ്റിരിക്കുക. എനിക്ക് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അറിയാതെ നിങ്ങൾ പുഞ്ചിരിക്കാൻ തുടങ്ങും. അറിയാതെ നിങ്ങൾ പറയും, ദൈവമേ നന്ദി. ആ നന്ദി എന്നൊരു പദം ഉള്ളിൽ എക്കോയായി മാറുമ്പോൾ, പ്രതിധ്വനിയായി മാറുമ്പോൾ നിങ്ങൾ പല രോഗങ്ങളും മാറും. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ രക്ഷിച്ചെടുക്കാൻ സാധിക്കും, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ. നല്ല യാത്ര നേരുന്നു.